ഒരു ടാപ്പ് 2 മണിക്കൂർ കൊണ്ട് ഒരു വാട്ടർ ടാങ്ക് നിറയ്ക്കും. ടാങ്കിൻ്റെ അടിയിലുള്ള ഒരു ചോർച്ച 3 മണിക്കൂർ കൊണ്ട് ഇത് ശൂന്യമാക്കും. രണ്ടും 1 മണിക്കൂർ തുറന്ന ശേഷം ചോർച്ച അടച്ചു എത്ര സമയം കൊണ്ട് ടാങ്ക് നിറയും? നല്ല ചോദ്യമാണേ, അസൈൻമെൻറ്റ്സിൻ്റെ ചോദ്യം. ശ്രദ്ധിച്ച് കേൾക്കണേ മക്കളെ. ഒരു ടാപ്പുണ്ട്. ആ ടാപ്പിൻ്റെ പ്രത്യേകത 2 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയ്ക്കും. അപ്പോൾ ഇതൊരു ഫില്ലിംഗ് പൈപ്പാണ്. ഇനി രണ്ടാമതൊരു ചോർച്ചയുണ്ട്. അതിൻ്റെ പ്രത്യേകത 3 മണിക്കൂർ കൊണ്ട് നിറഞ്ഞ ടാങ്കിനെ അത് എം ടി ആക്കും. അപ്പോൾ അതൊരു എം ടിയും പൈപ്പാണ്. അപ്പോൾ ഒന്നാമത്തെ പൈപ്പിന് ഒരു ഫില്ലിംഗ് പൈപ്പ് എന്ന് പേര് കൊടുക്കാൻ, രണ്ടാമത്തെ ഒരു എം ടിയും പൈപ്പാണ്, ചോർച്ചയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ LCM ഒന്ന് കണ്ടുപിടിക്കാം. ആകെ 6 ലിറ്റർ എന്ന് കിട്ടും. അതാണ് ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ദി ടാങ്ക്. ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ദി ടാങ്ക്. എഫിഷ്യൻസീസ് 6/2 3, 6/3 2 -2 എന്ന് കിട്ടും. കാരണം വെള്ളം പുറത്തേക്ക് കളയുന്ന പൈപ്പാണ്. അപ്പോൾ ഒന്നാമത്തേതിൻ്റെയും രണ്ടാമത്തേതിൻ്റെയും കൂടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ മക്കളെ നമുക്ക് 3 - 2 = 1 എന്ന് കിട്ടും. എന്താ അതിൻ്റെ അർത്ഥമെന്ന് നന്നായിട്ട് മനസ്സിലാക്കുക. രണ്ടിൻ്റെയും കൂടെ എഫിഷ്യൻസി 1 എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ തുറന്നിട്ടാൽ 1 മണിക്കൂറിൽ 1 ലിറ്റർ വീതം നിറയ്ക്കും. 1 മണിക്കൂറിൽ 1 ലിറ്റർ വീതം നിറയ്ക്കും. ശരി, ഇവർ പറയുവാണ് രണ്ടും 1 മണിക്കൂർ തുറന്നിട്ട ശേഷം ചോർച്ച അടച്ചു. അപ്പം ആദ്യം 1 മണിക്കൂർ തുറന്നിട്ടു എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ടാങ്ക്. ഈ ടാങ്കിൻ്റെ ആകെ കപ്പാസിറ്റി എത്രയാണ് മക്കളെ? ആകെ കപ്പാസിറ്റി 6 ലിറ്റർ. 2 പൈപ്പും 1 മണിക്കൂർ തുറന്നിട്ടാൽ 1 മണിക്കൂറിൽ 1 ലിറ്റർ വീതം നിറയ്ക്കും എന്നല്ലേ നമ്മൾ മനസ്സിലാക്കിയത്. രണ്ടും കൂടെ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ 1 മണിക്കൂർ തുറന്നിട്ടാൽ 1 ലിറ്റർ ടാങ്ക് നിറഞ്ഞു എന്നല്ലേ മക്കളെ അതിൻ്റെ അർത്ഥം? 1 ലിറ്റർ ടാങ്ക് നിറഞ്ഞു എന്നല്ലേ. അങ്ങനെയാണെങ്കിൽ ഇനി നിറയാൻ 5 ലിറ്ററും കൂടി ഇല്ലേ? ഉണ്ട്. 1 മണിക്കൂർ തുറന്നിട്ടപ്പം 1 ലിറ്റർ നിറഞ്ഞു. അപ്പോൾ അവർ ചോർച്ച അങ്ങോട്ട് അടച്ചു. ചോർച്ച അടച്ചെങ്കിൽ ഇനി വർക്ക് ചെയ്യുന്നത് ഈ ഫില്ലിംഗ് പൈപ്പ് മാത്രമായിരിക്കും. ഫില്ലിംഗ് പൈപ്പിൻ്റെ എഫിഷ്യൻസി 3. അതിൻ്റെ അർത്ഥം ഫില്ലിംഗ് പൈപ്പ് മാത്രം പ്രവർത്തിച്ചാൽ 1 മണിക്കൂറിൽ 3 ലിറ്റർ നിറയും. നമുക്ക് ആകെ 5 ലിറ്റർ നിറയാനുണ്ട്. 5 ലിറ്റർ നിറയാൻ 5/3 അവേഴ്സ് വേണ്ടി വരും. 5/3 അവേഴ്സ്. 5/3 അവർ എന്നുള്ളതിനെ മിനിറ്റിലേക്ക് മാറ്റാൻ 5/3 × 60 അങ്ങ് ചെയ്താൽ മതി. മിനിറ്റിനെ അവറാക്കാൻ, അവറിനെ മിനിറ്റ് ആക്കാൻ. അപ്പോൾ ഇതും വെട്ടിപ്പോയി 20. അതായത് 100 മിനിറ്റ് വേണ്ടി വരും എന്ന് മനസ്സിലാക്കാം. 100 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറും 40 മിനിറ്റ്. കണ്ടോ? അപ്പോൾ ബാക്കിയുള്ള 5 ലിറ്റർ നിറയ്ക്കാൻ 1 മണിക്കൂറും 40 മിനിറ്റും വേണം. ആദ്യം 1 മണിക്കൂർ 2 പൈപ്പ് ഒരുമിച്ച് തുറന്നിട്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ 1 മണിക്കൂറും ഇനിയുള്ള 1 മണിക്കൂറും 40 മിനിറ്റും കൂട്ടുമ്പോൾ ആകെ 2 മണിക്കൂർ 40 മിനിറ്റ് വേണം നമ്മുടെ ടാങ്ക് കുട്ടൻ നിറഞ്ഞു വരാൻ. നല്ല ചോദ്യം അല്ലേ? ഇങ്ങനെ ചില ചോദ്യങ്ങൾ എക്സാമിന് നല്ല ബുദ്ധിമുട്ടായിട്ട് കയറി വരും. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റണം. നമുക്ക് എല്ലാവരെയും തോൽപ്പിച്ച് ഫസ്റ്റ് വരണം, വേണം. അപ്പം നന്നായിട്ട് ഉത്സാഹത്തോടെ മത്സരിച്ച് പഠിക്കണം. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. 2 പൈപ്പുകൾ, ഒന്ന് ഫില്ലിംഗ് പൈപ്പ് 2 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയ്ക്കും. രണ്ടാമത്തെ എം ടി പൈപ്പ് 3 മണിക്കൂർ കൊണ്ട് ടാങ്ക് എം ടി ആക്കും. രണ്ടിൻ്റെയും കൂടെ എഫിഷ്യൻസി LCM എടുത്തു. ആകെ കപ്പാസിറ്റി 6 ലിറ്റർ. എഫിഷ്യൻസി 3 - 2. ഒന്നാമത്തെ പൈപ്പിൻ്റെ എഫിഷ്യൻസി 3 എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ 3 ലിറ്റർ നിറയ്ക്കും. രണ്ടാമത്തെ എഫിഷ്യൻസി -2 എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ 2 ലിറ്റർ പുറത്തേക്ക് കളയും. രണ്ടിൻ്റെയും കൂടെ എഫിഷ്യൻസി 1 എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ തുറന്നാൽ 1 മണിക്കൂറിൽ 1 ലിറ്റർ വീതം നിറയും. ആദ്യത്തെ 1 മണിക്കൂർ സമയം രണ്ടും തുറന്നിട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. 1 മണിക്കൂർ സമയം രണ്ടും തുറന്നിട്ടാൽ 1 ലിറ്റർ ടാങ്ക് നിറഞ്ഞു കാണും. അപ്പോൾ ഇനി 5 ലിറ്റർ ടാങ്ക് നിറയാനുണ്ട്. 1 ലിറ്റർ ടാങ്ക് നിറഞ്ഞപ്പോഴത്തേക്ക് 1 മണിക്കൂറായി. അപ്പോൾ ചോർച്ച അങ്ങ് അടച്ചു. ഇനി വർക്ക് ചെയ്യുന്നത് ഫില്ലിംഗ് പൈപ്പ് മാത്രമാണ്. ഫില്ലിംഗ് പൈപ്പ് 1 മണിക്കൂറിൽ 3 ലിറ്റർ നിറയ്ക്കും. നമുക്ക് ആകെ 5 ലിറ്റർ നിറയാനുണ്ട്. അതിന് എത്ര മണിക്കൂർ വേണമെന്ന് അറിയാൻ 5/3 ചെയ്യണം. 5/3 മണിക്കൂർ വേണം. അതായത് മിനിറ്റിലേക്ക് മാറ്റുമ്പോൾ × 60 കൂടെ ചെയ്താൽ 100 മിനിറ്റ് വേണം. 100 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 40, 1 മണിക്കൂർ 40 മിനിറ്റ്. അപ്പോൾ ബാക്കിയുള്ള 5 ലിറ്റർ നിറയാൻ 1 മണിക്കൂർ 40 മിനിറ്റ് വേണം. ആദ്യത്തെ 1 മണിക്കൂർ ഒരുമിച്ച് പ്രവർത്തിച്ചു. അപ്പോൾ ആകെ 2 മണിക്കൂർ 40 മിനിറ്റാണ് ഉത്തരം മക്കളെ. എൻ്റെ അമ്മേ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു.